നമ്മുടെ അല്ലാഹ് ആരെന്നറിയോ? 100 കൊല ചെയ്തവന് പുറത്തു കൊടുത്തവനാ. 100 കൊല ചെയ്തവന് പുറത്തു കൊടുത്തവനാ. പിഞ്ചു പെൺകുട്ടികളെ ജീവനോടെ കുടിച്ചു മൂടിയ ഉപ്പമാർക്ക് പുറത്തു കൊടുത്തവനാ. എന്തിനാ? പള്ളിപ്പറമ്പിൽ കടന്ന മയ്യത്തിനെ വ്യഭിചരിച്ചവന് പുറത്തു കൊടുത്തവനാ. പേടിക്കണ്ട മക്കള്, അല്ലാഹു പറയുകയാ, പറഞ്ഞു കൊടുക്ക് നബിയേ, പറഞ്ഞു കൊടുക്ക് നബിയേ, എന്നോട് പറയാൻ പറ, എന്നോട് ചോദിക്കാൻ പറ. മടി വേണ്ട, മടി വേണ്ട, ഒരു നാണവും വേണ്ട, ഒരു ലജ്ജയും വേണ്ട. അല്ലാഹുവിന്റെ മുമ്പിൽ പറയാനുള്ളത് എണ്ണി എണ്ണി പറഞ്ഞോ. ഇനി അവസരം കിട്ടണമെന്നില്ല, അല്ലാഹു തരുന്ന ഒരു ചാൻസാ. പറയാനുള്ളത് മുഴുവനും ഇന്ന് ഈ യതീംഖാനയുടെ മുമ്പിൽ, ഈ ഹാഫിളീങ്ങളുടെ മുമ്പിൽ ഇന്നിവിടെ ഇരുന്ന് റബ്ബിനോട് പറഞ്ഞിട്ട് പിരിഞ്ഞോ. ചുമ്മാതെ പറയല്ലേ, ചുമ്മാതെ പറയല്ലേ. എങ്ങനെ പറയണമെന്നറിയോ? എങ്ങനെ ദുആ ചെയ്യണമെന്നറിയോ? പൊറുക്കന്റെ പാപമോ സയ്യിദി വെറുക്കാതെ പൊറുക്കുന്നവനാരുണ്ട് നീയല്ലാതെ. ഇഹലോക ആർഭാടങ്ങളെന്നെ വലച്ചതാ, നഫ്സെന്നെ ഉന്തി തെള്ളിവിട്ടു ചാദിച്ചതാ. അല്ലാതെ ധിക്കരി ചല്ല റബ്ബേ നിന്നെ, അതുകൊണ്ട് ആട്ടരുതിലാഹേ എന്നെ. അള്ളാഹിനോട് പറയുമ്പോ എങ്ങനെ പറയണം? ചുമ്മാതെ പുറത്തുതാ പുറത്തുതാ പുറത്താ കാര്യമില്ല. ഇപ്പൊ അസ്തഗ്ഫിറുല്ലാഹ് പറയണില്ലേ? അസ്തഗ്ഫിറുല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ്, എന്ത് കാര്യം? പറയുമ്പോ അള്ളാഹിനോട് പറയണം. കള്ളു കുടിച്ചെങ്കിൽ കുടിച്ചെന്ന് പറയണം, വ്യഭിചരിച്ചെങ്കിൽ വ്യഭിചരിച്ചെന്ന് പറയണം, പാപം ചെയ്തെങ്കിൽ പാപം ചെയ്യുന്ന പറയണം. എന്നിട്ട് അള്ളാഹിനോട് പറയണം, പടച്ചവനെ, നിന്നെക്കാളും പൊറുക്കുന്ന ഒരാളും ഈ ലോകത്തില്ല. അള്ളാഹുവെ, നിന്നെക്കാളും പാപം പൊറുക്കണ ഒരാളും ഈ ലോകത്തില്ല. പടച്ചോനെ, ഞാൻ പറ്റിപ്പോയി റഹ്മാനെ, ശൈത്താൻ ചതിച്ചതാ, ഈ ദുനിയാവെന്നെ വഞ്ചിച്ചതാ, സാഹചര്യം കൊണ്ട് ചെയ്യിപ്പിച്ചതാ അള്ളാഹ്. അതുകൊണ്ട് റബ്ബേ, നീ എനിക്ക് പുറത്തു തരണം. ഇനി ചെയ്യൂല, ഇനി ഒരു കാലത്ത് ഞാൻ ചെയ്യൂല. നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, റബ്ബിനോട് പറയുമ്പോ പറയണം, അള്ളാഹിനോട് പറയേണ്ട ഒരു കാര്യം. ഉദാഹരണം ഞാൻ ചോദിക്കട്ടെ, റൂമിനകത്തിരുന്ന് മൊബൈൽ കാണുകയാണ്. നമ്മൾ പേടിക്കേണ്ട ഒരു കാര്യം, ദുആ ചെയ്യുമ്പോൾ പറയണമെന്ന് പറയാനുള്ള കാരണം, നമ്മളൊക്കെ റൂമിനകത്തിരുന്ന് മൊബൈൽ കാണുകയാ, കാണാൻ പാടില്ലാത്ത എന്തോ കണ്ടുകൊണ്ടിരിക്കുകയാ. അപ്പോഴാ ഒരാൾ റൂമിലേക്ക് വന്നു, ഒരാൾ നമ്മുടെ വീട്ടിലേക്ക് കയറി വരുന്നു. കണ്ട ഉടനെ ആ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മൾ ഓഫാക്കി വെക്കും. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. ഓഫാക്കി വെക്കൂലേ? ഓഫാക്കി വെക്കൂലേ? ഒരു സാധാരണ ഒരാള് നമ്മുടെ വീട്ടിലേക്ക് വരുമ്പോ കണ്ടുകൊണ്ടിരിക്കുന്നത് പേടിച്ചിട്ട് ഓഫാക്കുന്നു. എന്നാ എന്നെയും നിന്നെയും പടച്ച അള്ള കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ. അള്ളാഹെ നമുക്ക് പേടിയില്ല, അള്ളാനെ നമുക്ക് പേടിയില്ല. അതുകൊണ്ട് നമ്മൾ ആ വീട്ടിലേക്ക് വരുന്ന മനുഷ്യന് കൊടുത്ത സ്ഥാനം പോലും നമ്മളിൽ പലരും അള്ളാന് കൊടുത്തിട്ടില്ല, നമ്മളിൽ പലരും അള്ളാന് കൊടുത്തിട്ടില്ല. അതുകൊണ്ട് ഈ സദസ്സിലിരിക്കുന്നവരോട് ഞാൻ പറയുകയാ, അള്ളാഹുവിനോട് പറയുമ്പോൾ ഓരോന്നും ഏറ്റുപറഞ്ഞ് തൗബ ചെയ്യണം. അള്ളാഹു നമുക്ക് ഭാഗ്യം തരുമാറാകട്ടെ, അള്ളാഹു നമുക്ക് ഭാഗ്യം തരുമാറാകട്ടെ. അള്ളാഹു ഇന്നത്തെ മജ്‌ലിസിലെ ദുആ നീ സ്വീകരിക്കണം പടച്ചവനെ. ഇൻഷാ അല്ലാഹ് അൽഹംദുലില്ലാ. എല്ലാരും ഒന്ന് പോക്കറ്റിൽ കൈവച്ച്, കൈയൊന്ന് എടുക്കാൻ പറഞ്ഞില്ല, വെച്ച് കൈവച്ച് എല്ലാരും പോക്കറ്റിന്റെ മുകളിൽ ഒന്ന് കൈവച്ച്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സദക്ക വിപത്തിനെ തട്ടിമാറ്റുമെന്ന് നബിയുനാ റസൂലുള്ളാഹി, ഉറക്കെ പറഞ്ഞ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയും, സദക്ക വിപത്തുകളെ തട്ടിമാറ്റും, മാരകമായ രോഗങ്ങളെ തട്ടിമാറ്റും. എന്റെ പ്രിയപ്പെട്ട സഹോദരൻ, നമ്മുടെ ആരുടെയും പൈസ അല്ലാഹ്ക്ക് വേണോ? അല്ലാഹ്ക്ക് വേണോ? നമ്മുടെ ആരുടെയും 5 നയാ പൈസ അല്ലാഹ്ക്ക് വേണ്ട. നമ്മൾ ആരെങ്കിലും അള്ളാഹുവിന് കൊടുത്ത ആ കൊടുക്കുന്നത് കൊണ്ടുള്ള പ്രയോജനം നമുക്ക് നിങ്ങൾ നോക്കിക്കേ. ഇന്ന് വാട്സപ്പിൽ ഞാൻ ഇന്നും ഒരു വീഡിയോ കണ്ടു, ഞാനൊരു വീഡിയോ കണ്ടു. രോഗം പിടിച്ച് കിടക്കുകയാ, ഭാര്യയും മക്കളും അടുത്ത് നിന്നിട്ട് പറയുകയാ, എൻ്റെ ഉപ്പാനെ സഹായിക്കണം, എൻ്റെ ഉപ്പാനെ സഹായിക്കണം. അള്ളാഹു അങ്ങനെ ഒരു അവസ്ഥയെ തൊട്ട് നീ കാക്കണേ പടച്ചവനെ, അള്ളാഹു അങ്ങനെ ഒരു അവസ്ഥയെ തൊട്ട് നീ കാക്കണേ പടച്ചവനെ. ഇന്ന് ബക്കറ്റുമായിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നു. ആർക്കു വേണ്ടി എന്നറിയോ? അൽഹംദുലില്ലാ, ഈ സ്ഥാപനത്തിൽ പഠിക്കുന്ന മക്കൾക്ക് വേണ്ടി.
ഈ ബനാത്തിൽ പഠിക്കുന്ന പാവപ്പെട്ട മക്കൾക്ക് വേണ്ടി നിങ്ങളുടെ മുമ്പിലേക്ക് ബക്കറ്റുമായിട്ട് വരികയാണ്. അള്ളാഹു തന്നതിൽ നിന്നൊരൽപ്പം നിങ്ങൾ മനസ്സറിഞ്ഞുകൊണ്ട് അതിലേക്കിട്. അള്ളാഹു നിങ്ങൾക്ക് ബറക്കത്ത് ചെയ്യുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. അതുകൊണ്ട് നിങ്ങൾക്ക് അള്ളാഹു തന്നതിൽ നിന്നൊരൽപ്പം. ക്യാൻസർ വന്നാൽ നീ എന്ത് ചെയ്യും സഹോദര? നിന്റെ കിഡ്നി തകർന്നു പോയാൽ നീ എന്ത് ചെയ്യും? നീ സമ്പാദിച്ചു കൂട്ടിയത് മുഴുവനും വിറ്റ് ചികിത്സിച്ചാലും മാറാത്ത രോഗമല്ലേ? അതുകൊണ്ട് അൽഹംദുലില്ലാ ഈ യതീമായ മക്കൾക്ക് വേണ്ടി നിങ്ങളുടെ മുമ്പിലേക്ക് വരികയാ. അള്ളാഹു നിങ്ങൾക്ക് തന്നതിൽ നിന്ന് ഒരൽപ്പം നല്ല മനസ്സോടുകൂടി എടുത്ത് ആ ബക്കറ്റിന്റെ അകത്തിട്. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. 3 സ്വലാത്ത്. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ്. സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ്. യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. ഈ ബക്കറ്റിന്റെ അകത്ത് പൈസ ഇട്ടവർക്ക് അല്ലാഹു തരുന്ന ഒരു പ്രതിഫലം പറഞ്ഞിട്ട് ഞാൻ ദുആ ചെയ്യും. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഞാൻ ഇരുന്നോട്ടെ? ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ? അൽഹംദുലില്ലാ. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, അൽഹംദുലില്ലാ അല്ലാഹുവിൻ്റെ പരിശുദ്ധമായ ഖുർആൻ പഠിക്കുന്ന പരിശുദ്ധമായ ഖുർആൻ പഠിക്കുന്ന 20 കുട്ടികൾ ഈ സ്ഥാപനത്തിലുണ്ട്. അതുപോലെ തന്നെ ഇവിടുത്തെ ബനാത്തിൽ 100-ൽ പുറം 100 കുട്ടികൾ കൂടുതലില്ല. അൽഹംദുലില്ലാ 100-ൽ പരം വിദ്യാർത്ഥികൾ ഇവിടെ പഠിക്കുന്നുണ്ട്. അല്ലാഹു മക്കൾക്കൊക്കെ നാഫിയ ഇൽമ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആ യതീമായ ഒരുപാട് കുട്ടികൾ ഇവിടെ പഠിക്കുന്നുണ്ട്. അല്ലാഹു മക്കൾക്കൊക്കെ നാഫിയ ഇൽമ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പരിശുദ്ധമായ റമളാൻ മാസമാണ്. ഈ റമളാൻ മാസത്തിൽ ഒരാൾ സദക്ക കൊടുത്താൽ കിട്ടുന്ന പ്രതിഫലം, സക്കാത്ത് കൊടുക്കേണ്ട മാസമാണ് റമളാൻ. റമളാനിൽ സക്കാത്ത് കൊടുക്കേണ്ട മാസമാണ്. പൈസയുടെയും സ്വർണത്തിന്റെയൊക്കെ സക്കാത്ത് കൊടുക്കേണ്ട മാസം. അള്ളാഹു അതൊക്കെ കണക്കുകൾ നോക്കി കൊടുക്കാൻ അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. അതുകൊണ്ട് ഈ സദസ്സിലിരിക്കുന്നവരോട് ഞാൻ നിർത്തുകയാണ്. ദുആ ചെയ്യാൻ പോവാ. ദുആ ചെയ്യുന്നതിന് മുമ്പ് ദുആ സ്വീകരിക്കണമെങ്കിൽ ചില കാര്യങ്ങളുണ്ട്. നമ്മൾ ഇത്രയും പേരിന്ന് ദുആ പ്രതീക്ഷിച്ചാ വന്ന, അല്ലാതെ വേറൊന്നുമല്ല. ഈ ഇരിക്കുന്ന ആണുങ്ങളും പെണ്ണുങ്ങളും ഞാൻ ഉൾപ്പെടെ എല്ലാവരും. ഞാൻ ഇന്നലെ പെരിന്തൽമണ്ണയിലായിരുന്നു വയത്. രാത്രി സത്യം പറഞ്ഞ ഞാൻ വണ്ടി ഓടിച്ചു വരുമ്പോൾ ഉറങ്ങിയാ വന്ന. ഇന്ന് നല്ല ഉറക്കം, കാരണം രാത്രി ഉറങ്ങാഞ്ഞിട്ട്. ഞാനും ഇന്ന് വന്നത് സത്യം പറഞ്ഞ എൻ്റെ മോനിപ്പോൾ ആശുപത്രി കൊണ്ടുപോയിട്ടാണ് ഞാൻ വരുന്നത്. അള്ളാഹു ശുഭ നൽകുമാറാകട്ടെ. ഞാനും ഇന്ന് സത്യം പറഞ്ഞാൽ വന്നിരിക്കുന്നത് ഈ മജ്ലിസിലെ ദുആയാ എനിക്ക് വേണ്ടത്, നിങ്ങൾക്കും വേണ്ട അത് തന്നെ. അള്ളാഹു നമ്മുടെ ദുആ സ്വീകരിക്കുമാറാകട്ടെ. അല്ലാതെ വേറെ വല്ല ലക്ഷ്യമുണ്ടോ? നിങ്ങൾ എന്താ ഈ മരിച്ച വീട്ടിൽ ഇരിക്കണ പോലെ ഇരിക്കണം? പറ സഹോദര, വല്ല ലക്ഷ്യമുണ്ടോ? ഇൻഷാ അല്ലാഹ്. അപ്പൊ അതുകൊണ്ട് ഞാൻ പറയുന്നത്, അള്ളാഹു നമുക്കൊക്കെ നല്ല മരണം നൽകുമാറാകട്ടെ. ആമീൻ പറ. അള്ളാഹു നല്ല മരണം നൽകുമാറാകട്ടെ. ഈ ലോകത്ത് നിന്ന് യാത്ര പറയുന്ന സമയം ഈമാനോടുകൂടി മരിക്കണമെന്ന് ആഗ്രഹമുള്ളവരൊക്കെ ഒന്ന് കൈവക്കിക്കുക. അരക്കയ്യന്മാരുണ്ട്, അരക്കയ്യിൽ ഒതുങ്ങുന്നുണ്ട്. ഈമാനോടുകൂടി മരിക്കാൻ ആഗ്രഹമുള്ളവര് അള്ളാഹു നല്ല മരണം നൽകുമാറാകട്ടെ. നിങ്ങൾ ചോദിച്ചത് എന്താണെന്ന് നിങ്ങൾക്ക് തന്നെ അറിയില്ല. ഇപ്പൊ അള്ളാനോട് എല്ലാരും അള്ളാനോട് പറഞ്ഞു, പടച്ചവനെ നല്ല മരണം താ. ഞാൻ നിങ്ങളോട് ചോദിക്കുന്നത്, നിങ്ങൾ ചോദിച്ചത് എന്താണെന്ന് തന്നെ നിങ്ങൾക്കറിയില്ല. ഞാൻ ഓർമ്മപ്പെടുത്ത എന്താ ചോദിച്ചതെന്നറിയോ? അള്ളാഹുവിനോട് നിങ്ങൾ പറയുക, പടച്ചവനെ എനിക്ക് ഈമാനോടുകൂടി ഷഹാദത്ത് കലിമ ഉറക്കെ പറഞ്ഞ് വെള്ളിയാഴ്ച രാവിലോ പകലിലോ നന്മ ചെയ്ത് ഷഹീദിനെ പോലെ തൗബ ചെയ്ത്
ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ സാന്നിധ്യത്തിൽ സ്വർഗത്തിന്റെ ചിത്രം കണ്ടുകൊണ്ട് മലക്കുകൾ സ്വാഗതം പറയുന്നത് കേട്ട് ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് ഉറക്ക വിളിച്ചു പറഞ്ഞിട്ട് എനിക്ക് മരിക്കണം. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഈ 10 കാര്യങ്ങളാണ് നിങ്ങൾ അല്ലാഹുവിനോട് ചോദിച്ചത്. ഞാൻ ഉദാഹരണം ചോദിക്കാം. ഈ പള്ളിയുടെ മുമ്പിൽ നിങ്ങൾ ബസ് സ്റ്റോപ്പിൽ നിൽക്കുകയാണ്. കിളിമാനൂരോട്ട് പോകുന്ന ഒരു ബസ് വന്നു. കിളിമാനൂരോട്ട് പോകുന്ന ഒരു ബസ് വന്നപ്പോ കൈ കാണിച്ച് ചാടി കയറി. എന്നിട്ട് സീറ്റിൽ പോയി ഇങ്ങനെ ഇരിക്കുമ്പോ കണ്ടക്ടർ ടിക്കറ്റ് എടുത്ത് ഇങ്ങനെ നടക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾ കിളിമാനൂരിട്ട് പോകുന്ന ബസ്സിനകത്ത് കയറി ഇരുന്നിട്ട് അള്ളാനോട് പറയുക, പടച്ചോനെ എന്നെ നീ കടക്കലിൽ എത്തിക്കണേ അല്ലാ എന്ന് പറഞ്ഞാൽ എത്തുവോ? സത്യം പറ, എത്തുമോ? ദോഫാക്കിക്കപ്പ എത്തുവോ? പറ. കിളിമാനൂരിട്ട് പോകുന്ന ബസ്സിൽ കയറിയിട്ട് കടക്കലിൽ എത്തിക്കണമെന്ന് പറഞ്ഞാൽ എത്തുവോ? ഉറക്കപ്പറ, എത്തുവോ? നിങ്ങളുടെയൊക്കെ ജീവിതത്തിൽ ഇന്ന് ഈ നിമിഷം വരെ ചെയ്ത അള്ളാഹു സ്വീകരിച്ച ഒരു നന്മ പറ, ഒരെണ്ണം പറ. എന്തെങ്കിലും അള്ളാഹു ഞാൻ ചെയ്ത ഈ നന്മ സ്വീകരിച്ചിട്ടുണ്ട്. ഈ 24 നോമ്പ്, ഇന്ന് 25ാമത്തെ നോമ്പാ. ഒരു നോമ്പോ ഒരു ദിക്റോ ഒരു റക്അത്തോ എന്തെങ്കിലും അള്ളാഹു ജീവിതത്തിൽ ചെയ്ത ഒരു നന്മയെങ്കിലും അള്ളാഹു സ്വീകരിച്ചിട്ടുണ്ടോ എന്ന് ഉറപ്പുണ്ടോ എന്ന് വെച്ചാൽ ഇല്ല. പിന്നെ അള്ളാഹിനോട് പറയുക, എനിക്ക് നല്ല മരണം വേണം, അല്ലാ കടക്കലിലെത്തും. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. അല്ലാഹ് ഈമാൻ തരുമാറാകട്ടെ. എന്ത് കണ്ടോണ്ടാ ഞാനും നിങ്ങൾ നടക്കണേ? ഇന്ന് ഈ വയല് കഴിഞ്ഞിറങ്ങണ ഈ സമയത്തങ്ങ് മരിച്ചുപോയാ എന്താ നിനക്ക് അല്ലാഹ് ഈമാനുള്ള മരണം തരാ? നീ എന്താ ചെയ്തു വെച്ചിട്ടുള്ളത്? ആ ഓർമ്മ എനിക്കുമില്ല, നിങ്ങൾക്കുമില്ല. ആ ഒരു ചിന്ത നമുക്കില്ല. ഞാൻ നിങ്ങളോട് പറയുന്നത്, എടോ ഒരു നല്ല മരണം കിട്ടാൻ 1000 നന്മ ഒന്നും ചെയ്യണ്ട, ഒരെണ്ണമെങ്കിലും ചെയ്തു വെക്ക്. ജീവിതത്തിൽ രക്ഷപ്പെടാൻ ഒരു നന്മയെങ്കിലും ഉണ്ടാകണം. ഈ വയല് കേൾക്കാൻ വന്നിരിക്കുന്ന നിങ്ങളോട് ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ മരിച്ച നിങ്ങളുടെ മയ്യത്ത് കുളിപ്പിക്കാനെങ്കിലും മക്കൾക്കറിയോ? ആലോചിച്ച് നോക്കിയേ. നമ്മൾ ആരെങ്കിലും മരിച്ചുപോയാൽ നമ്മുടെ മയ്യത്ത് കുളിപ്പിക്കാനെങ്കിലും നമ്മുടെ മക്കൾക്കറിയോ? ഇല്ല. അതിന് നാട്ടുകാർ വേണം. അതിന് നാട്ടുകാർ വേണം. ഉമ്മ, നീ നിന്റെ മോളെന്ന് പറഞ്ഞ് സ്നേഹിക്കുന്നല്ലോ. ഉമ്മ, നീ മരിച്ച നിന്റെ മയ്യത്ത് കുളിപ്പിക്കാനെങ്കിലും അവക്കറിയോ? അറിയത്തില്ല. അതിന് പ്രായമുള്ള തള്ളമാര് വേറെ വേണം. അപ്പൊ നീ എന്തിനാ ഇതിനെ വളർത്തുന്നേ? അപ്പൊ നിങ്ങൾ എന്തിനാ ഇതിനെ വളർത്തുന്നേ? ഈ മക്കളെ വളർത്തിയിട്ട് നമുക്ക് എന്ത് കിട്ടാനാ? ഇവിടുത്തെ പള്ളിക്കകത്ത് നിങ്ങളുടെ ജനാസ കൊണ്ടുവച്ചു. ഉസ്താദ് നിങ്ങൾ മാറിരിക്ക്, ഞാൻ നിസ്കരിക്കാൻ ഉപ്പാടെ മയ്യത്ത്. ധൈര്യം ഉണ്ടോ? 4 തക്ബീറല്ലേ ഉള്ളൂ. പേടിയാ നമ്മുടെ മക്കൾക്ക്. ഞാൻ ചോദിക്കുന്നത്, പള്ളിപ്പറമ്പിൽ 6 അടി മണ്ണിനകത്ത് കൊണ്ട് കുഴിച്ചിട്ടിട്ട് പോകുമ്പോ ആ ഖബറിന്റെ ചാരത്ത് വന്ന് നിന്ന് തെറ്റാതെ കാണാതെ ഒരു യാസീൻ ഓതി ദുആ ചെയ്യാനെങ്കിലും നമ്മുടെ മക്കൾക്ക് അറിയോ? അറിയുന്നവന് സമയമുണ്ടോ സഹോദര? ഇല്ല. ഇതാണ് എന്റെയും നിങ്ങളുടെയും ജീവിതം. ഇതാണ് നമ്മളുടെ ഓരോരുത്തരുടെയും ജീവിതം. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നത്, നിങ്ങൾക്ക് രക്ഷപ്പെടണമെങ്കിൽ നിങ്ങൾ തന്നെ ചെയ്യണം. നിങ്ങൾക്ക് രക്ഷപ്പെടാൻ നിങ്ങൾ എന്തെങ്കിലും മക്കളെ ആശ്രയിച്ചിട്ട് കാര്യമില്ല. പഴയ കാലമൊന്നുമല്ല. ഇന്ന് സ്വന്തം അച്ഛനെ മക്കള് തന്നെ കൊല്ലുകയാ. വിഷം കലർത്തി കൊല്ലുന്നില്ലേ? ഇന്നത്തെ കുട്ടികൾ മാതാപിതാക്കളെ മക്കള് തന്നെ കൊല്ലുക. ഈ അടുത്ത കാലത്തുണ്ടായിരുന്നു, പാലക്കാടാണെന്ന് തോന്നുന്നു, 40ഓളം മാതാപിതാക്കള് രോഗികൾ കൊണ്ടുപോകാൻ ആളില്ല. ഈ ഒരു കാലഘട്ടത്തിലാണ് ഞാനും നിങ്ങളും ജീവിക്കുന്നത്. അപ്പൊ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് ഞാൻ പറയുന്നു, മരിക്കുന്നതിന് മുമ്പ് എന്തെങ്കിലും ഒരു നന്മ ചെയ്യണം. നമ്മൾ കൊടുക്കുകയാണെങ്കിൽ അതിന് ഏറ്റവും അർഹരാരാ? എത്രയോ യതീമായ പെൺകുട്ടികൾ പഠിക്കുന്നു, പാപ്പയില്ല, പാപം. അള്ളാഹു അവരുടെയൊക്കെ അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കുമാറാകട്ടെ. ആരാരുമില്ലാത്ത മക്കൾ, ആ കൊച്ചുകുട്ടികളുടെ വില എന്തെന്നറിയോ നിങ്ങൾക്ക്? ഞാൻ പറയുന്നത്, ഈ യതീമായ മക്കളുടെ വില നിങ്ങൾക്കറിയോ? ഒരാള് ഹജറുൽ അസ്വദ് മുത്തിയാൽ അവൻ ഇഖ്ലാസോടുകൂടിയാണ് മുത്തുന്നതെങ്കിൽ അവന്റെ സർവ്വ പാപങ്ങളും അള്ളാഹു പുറത്തു കൊടുക്കുമെന്ന് നബിയിനാ റസൂലുള്ളാഹി. ഹജറുൽ അസ്വദ് ആരെങ്കിലും മുത്തിയിട്ടുണ്ടോ? നമ്മളെല്ലാം ഇപ്പൊ മക്കത്ത് പോയാൽ മുത്താൻ പറ്റുമോ? പറ്റൂല. ഹജറുൽ അസ്വദിൽ ഒരാൾ മുത്തം വെച്ചാൽ അവന്റെ പാപങ്ങൾ മുഴുവനും ആ കല്ല് വലിച്ചെടുക്കുന്ന. ഞാൻ നിങ്ങളോട് പറയുന്നത്, നിങ്ങൾ മക്കത്ത് പോയി ഹജറുൽ അസ്വദ് മുത്താൻ വേണ്ടി ഇപ്പം പറ്റാത്തവരുണ്ടല്ലോ. ഞാൻ നിങ്ങളോട് പറയുന്നത്, പാപം പൊറുക്കാനുള്ള ഒരു എളുപ്പ വഴി ഞാൻ പറയാം. നിങ്ങളുടെ പാപം പൊറുക്കാനുള്ള എളുപ്പവഴി, ഈ യതീമായ മക്കളുടെ തലയിൽ കൈവക്കണം.
ഇവിടത്തെ ബനാത്തിൽ പഠിക്കുന്ന പെണ്ണുങ്ങളോട് പറയാ, ഈ ബനാത്തിൽ പഠിക്കുന്ന പാവപ്പെട്ട യതീമായ പെൺമക്കളുടെ തലയിൽ 2 കൈയും വെച്ചിട്ട് ഇങ്ങനെ നീ തടക്, ഫോട്ടോ എടുക്കരുത്. അള്ളാഹുവിന്റെ തൃപ്തി മാത്രം കരുതിയിട്ട് ഈ യതീമായ കുഞ്ഞുങ്ങളുടെ തലയിൽ കൈവച്ച് തലോടിയാൽ എത്ര രോമം നിന്റെ കയ്യിൽ തൊടുന്നുണ്ടോ അത്രയും പാപം അള്ളാഹു പുറത്തു തരുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. ഉറക്കപ്പറ, ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ആ യതീമായ മക്കളുടെ തലയിൽ കൈവച്ച് തലോടിയാൽ എത്ര രോമം നിന്റെ കയ്യിൽ തൊടുന്നുണ്ടോ അത്രയും പാപം അള്ളാഹു പുറത്തു തരും. അള്ളാഹു നമ്മുടെ പാപം പുറത്തു തരുമാറാകട്ടെ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, നബിതങ്ങൾ പറയുകയാ, ഞാൻ യതീമ. നബിതങ്ങൾ യതീമായിരുന്നു. നബിതങ്ങൾക്ക് യതീമീങ്ങളെ വല്ലാത്ത ഇഷ്ടമായിരുന്നു. അതുകൊണ്ട് നബിതങ്ങൾ പറഞ്ഞു, അന വഖാഫിൽ യതീമി ഫീ ജന്നതി ഹഖദ. ആരെങ്കിലും യതീമിനെ സ്നേഹിച്ച, ആരെങ്കിലും യതീമായ മക്കളെ സ്നേഹിച്ചാൽ അവർ സ്വർഗത്തിൽ എൻ്റെ കൂട്ടുകാരാ. ഹജ്ജ് ചെയ്തവന്റെ കൂലിയല്ല, നിസ്കരിക്കുന്നവന്റെ കൂലിയല്ല. നബിതങ്ങൾ പറഞ്ഞത്, ആര് യതീമിനെ സ്നേഹിക്കുന്നുണ്ടോ ആ യതീമിനെ സ്നേഹിക്കുന്നവൻ നാളെ സ്വർഗത്തിൽ എൻ്റെ കൂട്ടുകാരാ. അതുകൊണ്ട് പടച്ച റബ്ബേ, യതീമായ ഒരുപാട് മക്കൾ ഇവിടെ പഠിക്കുന്നുണ്ട്. ആ യതീമായ മക്കളെ പഠിപ്പിച്ചു പടച്ചവനെ അവർക്കൊരു വിവാഹ ജീവിതം വരെ ഇവിടെ അവർക്കുണ്ടാക്കി കൊടുക്കുകയാണ്. പടച്ച റബ്ബേ, ആ യതീമായ മക്കളെ നമുക്ക് സ്നേഹിക്കാൻ കഴിയണമല്ലോ. സ്നേഹിച്ചാൽ അല്ലാഹു തരുന്ന പ്രതിഫലം എന്താ? അല്ലാഹുവിന്റെ റസൂല് പറയുകയാ, അൽ ഹജ്ജുൽ മബ്റൂർ ലൈസ ലഹു സവാബുൻ ഇല്ലൽ ജന്ന. നബി തങ്ങൾ പറയുകയാണ്, മബ്റൂറായ ഹജ്ജിന് സ്വർഗമാണ് പ്രതിഫലം, സ്വർഗമാണ് പ്രതിഫലം. നബി തങ്ങൾ അവിടെ നിന്ന് പറയുമ്പോ സ്വഹാബത്ത് അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിക്കുകയാ, യാ റസൂലല്ലാഹ്, ഈ മബ്റൂറായ ഹജ്ജ് എന്ന് പറഞ്ഞാൽ എന്താ? അതിന്റെ വിശദീകരണം പറയുമ്പോ എന്റെ പ്രിയപ്പെട്ടവരെ, നബി തങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ്. ഈ ക്ലാസ് കേൾക്കാമെന്നവരോട് പറയുകയാ, ഈ യതീമായ മക്കളെ സ്വന്തം മകളെ പോലെ, നിന്റെ സ്വന്തം മകളെ പോലെ ഈ യതീമായ ഒരു കുട്ടിയെങ്കിലും നിനക്കൊന്ന് തെരഞ്ഞെടുക്കാൻ പറ്റുമോ? അല്ലാഹു തരുന്ന പ്രതിഫലം എന്തെന്നറിയോ? അല്ലാഹു തരുന്ന പ്രതിഫലം എന്തെന്നറിയോ? മരിക്കുന്നതിന് മുമ്പ് അല്ലാഹുവിന്റെ കഅബാലയത്തിൽ ചെന്ന് ഹജ്ജ് ചെയ്യാനുള്ള തൗഫീഖ് അല്ലാഹു തരും. വാപ്പാ, ഹജ്ജ് ചെയ്ത കൂലിയാ, ഹജ്ജ് ചെയ്ത കൂലിയാ. പടച്ചവനെ, എത്രയോ ചരിത്രങ്ങളെ സാക്ഷിയാട്. ഒരു ചെരുപ്പ് കുത്തിയായ മനുഷ്യന്റെ ചരിത്രം പഠിച്ചവരാണല്ലോ പടച്ച റബ്ബേ. അതാ ചെരുപ്പ് കുത്തിയുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ മോഹമെന്താ? മരിക്കുന്നതിന് മുമ്പ് ഹജ്ജ് ചെയ്യണം. മുവഫക്കിന്റെ ചരിത്രം പഠിച്ചവരാണ്. മരിക്കുന്നതിന് മുമ്പ് ഹജ്ജ് ചെയ്യണം. അല്ലാ, ചെരുപ്പ് കുത്തിയായ മനുഷ്യനാണ്. കിട്ടുന്ന പൈസയിൽ നിന്ന്, ചെരുപ്പ് കുത്തിയിട്ട് തനിക്ക് കിട്ടുന്ന പൈസയിൽ നിന്ന് അല്പമെടുത്തു മാറ്റി വെക്കുകയാണ്. നല്ലതുപോലെ ഭക്ഷണം കഴിക്കൂല, അടിച്ചുപൊളി ജീവിതമില്ല. കിട്ടുന്ന പൈസ എടുത്ത് സൂക്ഷിച്ചു വെക്കുകയാണ്. ഒരാഴ്ചയല്ല, ഒരു മാസമല്ല, ഒരു കൊല്ലമല്ല, വർഷങ്ങളോളം. അല്ലാ, ചെരുപ്പ് കുത്തികെട്ട് കിട്ടുന്ന പൈസയിൽ നിന്ന് അല്പമെടുത്ത് മാറ്റി വെക്കുകയാണ്. എന്തു വന്നാലും എടുക്കൂല, എന്തു വന്നാലും എടുക്കൂല. പടച്ചവനെ, അങ്ങനെ ഹജ്ജിന് പോകാനുള്ള പൈസയൊക്കെ റെഡിയാവുകയാ. കുറച്ചു പൈസയൊക്കെ റെഡിയായി ഹജ്ജിന് പോകാനുള്ള തയ്യാറെടുപ്പുകൾ നടത്തുകയാണ്. പടച്ചവനെ, ഭാര്യ പൂർണ്ണ ഗർഭിണിയാ. ഈ മുവഫക്കിന്റെ ഭാര്യയുണ്ടല്ലോ, പൂർണ്ണ ഗർഭിണിയാണ്. ഗർഭിണിയായ പെണ്ണിന് ഒരുപാട് ആഗ്രഹങ്ങളുണ്ട്. ഈ ചെരുപ്പുകുത്തിയായ മനുഷ്യന്റെ ഭാര്യ ഗർഭിണിയാ. ഈ ഗർഭിണിയായ പെണ്ണിന് പല ആഗ്രഹമുണ്ട്. മാങ്ങ തിന്നണം, അത് തിന്നണം, ഇത് തിന്നണം, ആഗ്രഹമുണ്ട്. ഈ ചെരുപ്പുകുത്തിയായ മനുഷ്യന്റെ ഭാര്യ തനിക്ക് ഇറച്ചി തിന്നണമെന്ന് വലിയ ആഗ്രഹമുണ്ട്, ഇറച്ചി കഴിക്കണമെന്ന് വലിയ ആഗ്രഹമുണ്ട്. ഭർത്താവിന്റെ കയ്യിൽ വാങ്ങിക്കൊടുക്കാൻ പൈസയില്ല. ആകെ ഉള്ളത് ഹജ്ജിന് പോകാൻ വെച്ചിരിക്കുന്ന പൈസയാ. അതുകൊണ്ട് ഈ പെണ്ണിത് പറഞ്ഞില്ല. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരിക്കൽ ചെരുപ്പ് കുത്തിയായ മനുഷ്യൻ വീട്ടിലേക്ക് കയറി വന്നപ്പോ പ്രിയപ്പെട്ട ഭാര്യ ചിരിക്കുന്ന മുഖത്തോടെ ഭർത്താവിന്റെ കയ്യിൽ പിടിച്ചിട്ട് പറഞ്ഞു, ഇക്കാ, എനിക്കിത്തിരി ഇറച്ചി കഴിക്കണം, എനിക്കിത്തിരി ഇറച്ചി കഴിക്കണമെന്ന് ആഗ്രഹമുണ്ട്.
നിങ്ങൾക്ക് വാങ്ങിത്തരാൻ പൈസ ഇല്ല, എനിക്കറിയാം. ഞാനൊരു ഗർഭിണിയായ പെണ്ണിന്റെ ആഗ്രഹം സാധിപ്പിച്ചു കൊടുക്കണമെന്ന, അതുകൊണ്ട് നിങ്ങൾ പൈസ കൊടുത്തിട്ടൊന്നും എനിക്ക് ഇറച്ചി വാങ്ങിത്തരണ്ട. അടുത്ത വീട്ടിൽ നിന്ന് ഇറച്ചിക്കറി വെക്കുന്നുണ്ട്. ആ വീട്ടിൽ നിന്ന് ഇറച്ചിക്കറി വെക്കുന്നതിന്റെ സുഗന്ധം എനിക്ക് അടിക്കുന്നുണ്ട്. അവിടെയെങ്കിലും നിങ്ങൾ പോയിട്ട് ഇത്തിരി കറി എനിക്ക് വാങ്ങിത്താ. എന്റെ ആഗ്രഹമല്ലേ, ഞാൻ പൂർണ്ണ ഗർഭിണിയല്ലേ. ചെരുപ്പുകുത്തിയായ മനുഷ്യന്റെ ഭാര്യ പറഞ്ഞു. അവസാനം ഒരു അവസ്ഥയും വരാതെ ചെരുപ്പുകുത്തിയായ മനുഷ്യൻ അയൽവാസിയുടെ വീട്ടിൽ ചെന്നു. ഒരു സഹോദരിയുണ്ട്. ആ പെണ്ണിനോട് പറഞ്ഞു, എന്റെ ഭാര്യ പൂർണ്ണ ഗർഭിണിയാ, അവൾക്ക് ഇറച്ചിക്കറി കഴിക്കണമെന്ന് ആഗ്രഹമുണ്ട്. ഇന്ന് നിങ്ങളുടെ വീട്ടിൽ കറി വെക്കുന്നത് അവൾക്ക് മനസ്സിലായി. അതുകൊണ്ട് എന്റെ ഭാര്യയ്ക്ക് കഴിക്കാൻ ഇത്തിരി ഇറച്ചി തരണം. അപ്പൊ ആ പെണ്ണ് പറഞ്ഞു, ഞാൻ തരൂല. ചെരുപ്പുകുത്തിയായ മനുഷ്യൻ പറഞ്ഞു, എന്റെ ഭാര്യ ഗർഭിണിയാ, ഇത്തിരി ഇറച്ചിതാ, തരൂല. അപ്പൊ ആ മനുഷ്യൻ പറഞ്ഞു, ഇത്തിരി ചാറെങ്കിലും താ. എന്റെ പറയപ്പെട്ട ഭാര്യയ്ക്ക് ഗർഭിണിയാണല്ലോ, ഒരല്പ ചാറ് തന്നാ മതി, ഇറച്ചി വേണ്ട. അപ്പോഴാ പെണ്ണ് പറഞ്ഞു, ഞാൻ തരൂല. അപ്പൊ ഈ മനുഷ്യൻ ചോദിക്കുന്നു, പെണ്ണെ, നീയും ഒരു പെണ്ണല്ലേ, നീയും പ്രസവിച്ചവളല്ലേ, എന്റെ ഭാര്യ ഒരു ഗർഭിണിയാണ്, അവൾക്ക് നീ ഇറച്ചിയും തരുന്നില്ല, ആ ഇറച്ചിയുടെ ചാറ് പോലും തരുന്നില്ലല്ലോ, എന്തുകൊണ്ടാ നീ തരാത്തെ? ആ സമയത്ത് ചെരുപ്പുകുത്തിയോട് ആ പെണ്ണ് പറഞ്ഞു കൊടുക്കുകയാ, ഈ ഇറച്ചി നിങ്ങൾക്ക് കഴിക്കാൻ പാടില്ല. അപ്പൊ ചെരുപ്പുകുത്തിയായ മനുഷ്യൻ ചോദിക്കുന്നുണ്ട്, നീയും മുസ്ലിം, ഞാനും മുസ്ലിം, നിനക്ക് കഴിക്കാൻ പറ്റുമെങ്കിൽ എനിക്കും കഴിക്കാമല്ലോ, പിന്നെ എന്തുകൊണ്ടാണ് കഴിക്കാൻ പറ്റാത്തത്? ആ സമയത്ത് ആ പെണ്ണ് കരഞ്ഞുകൊണ്ട് പറയുകയാണ്, എന്റെ ഭർത്താവ് മരണപ്പെട്ടു പോയി, എനിക്ക് 2 യതീമായ മക്കളാണുള്ളത്, ഞങ്ങൾ പാവപ്പെട്ടവരാ, ഞങ്ങളെ സഹായിക്കാൻ ആരുമില്ല. ഒരുപാട് നാളുകൾ കൊണ്ട് എന്റെ മക്കള് ഇറച്ചി വേണം. മക്കൾ ഒരുപാട് നാളുകൊണ്ട് പറയുകയാണ്, വാങ്ങിക്കൊടുക്കാൻ പൈസയില്ലല്ലോ, ഒരാളും സഹായിക്കുന്നില്ലല്ലോ. അതുകൊണ്ട് ഇന്ന് ഞാൻ വഴിയിലൂടെ നടന്നു വരുമ്പോ ഒരു കോവർ കഴുത ചത്ത് കിടക്കുകയാ. ആ പെണ്ണ് പറയുകയാ, ഞാൻ വിധവയാ, എന്റെ മക്കൾ യതീമ, ഒരുപാട് നാളുകൊണ്ട് ഇറച്ചി വേണമെന്ന് പറഞ്ഞ് എന്റെ മക്കള് കരയുന്നുണ്ട്, അവർക്ക് വാങ്ങിക്കൊടുക്കാൻ എന്റെ കയ്യിൽ പൈസയില്ല. ഇന്ന് ഞാൻ നടന്നു വരുന്ന വഴിയിൽ ഒരു കോവർ കഴുത ചത്ത് കിടക്കുന്നു. ആ കഴുതയുടെ ഇറച്ചി ഞാൻ മുറിച്ചെടുത്തു. ആ ഇറച്ചിയാണ് എൻ്റെ വീടിനകത്ത് കിടന്നിട്ട് കറിയായിട്ട് വേവുന്നത്. എങ്ങനെ ഞാൻ നിങ്ങൾക്ക് നൽകും? ഈ കഴുതയുടെ ഇറച്ചി ഞാൻ നിങ്ങൾക്ക് എങ്ങനെ നൽകും? ആ ചെരുപ്പുകുത്തിയായ മനുഷ്യൻ നിറകണ്ണുകളോടെ വീട്ടിൽ നിന്നിറങ്ങി തൻ്റെ വീട്ടിലേക്ക് ഓടിച്ചെന്നു. ഹജ്ജിന് പോകാൻ വെച്ചിരുന്ന പൈസ എടുത്തുകൊണ്ട് വീടിന്റെ വെളിയിൽ ഇറങ്ങുമ്പോ ഭാര്യ ചോദിച്ചു, ഇതെവിടെ കൊണ്ടുപോവാ? ഇതെന്റെ അയൽവാസിക്ക് കൊടുക്കാനാ, ഇതെന്റെ അയൽവാസിയായ യതീമായ മക്കൾക്ക് കൊടുക്കാനാ. ഭാര്യ ഓർമ്മപ്പെടുത്തി, ഇത് ഹജ്ജിന് പോകാൻ വേണ്ടി വെച്ച പൈസയാ. എത്ര കൊല്ലം നിങ്ങൾ അധ്വാനിച്ചതാ, എത്രയോ കൊല്ലങ്ങളായി നിങ്ങൾ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന പൈസയാ. ഇത് നിങ്ങൾ ഹജ്ജിന് പോകാൻ വെച്ചതല്ലേ? ചെരുപ്പുകുത്തിയായ മനുഷ്യൻ പറഞ്ഞു കൊടുത്തു, എന്റെ വീടിന്റെ പരിസരത്ത് യതീമായ 2 കുട്ടികൾ കഴിക്കാനും വാങ്ങാനും പൈസയില്ലാതെ ചത്തുപോയ കഴുതയുടെ ഇറച്ചി തിന്നുന്നൊരവസ്ഥയിൽ കിടക്കുമ്പോ ഈ പൈസ കൊണ്ട് ഞാൻ ഹജ്ജിന് പോയിട്ട് കാര്യമില്ല, ഈ പൈസ കൊണ്ട് ഹജ്ജ് ചെയ്തിട്ട് കാര്യമില്ല. ആ ഹജ്ജ് ചെയ്യുന്നതിനേക്കാളും പുണ്യം ഈ മക്കളെ സഹായിക്കലാണെന്ന് പറഞ്ഞ് ആ പൈസ ആ മനുഷ്യൻ കൊണ്ടുകൊടുത്തു. അള്ളാഹു ആ മനുഷ്യന് ഹജ്ജ് ചെയ്യാതെ തന്നെ ഹജ്ജിന്റെ കൂലി കൊടുത്തു എന്ന് ചരിത്രം പഠിപ്പിക്കുകയാ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് ഈ ഇരിക്കുന്നവരോട് ഞാൻ പറയുന്നു, വാപ്പ ഒരു നന്മയെങ്കിലും ചെയ്യ്. ഉമ്മമാരെ, മരിക്കുന്നതിന് മുമ്പ് ഒരു നന്മയെങ്കിലും നിങ്ങൾ ചെയ്തു വെക്ക്. എപ്പോഴാ മരണം വരുന്നതെന്നറിയില്ല. ഏതു നിമിഷം വേണമെങ്കിലും മരണം തേടി വരാ. മരിക്കാൻ രോഗം വേണ്ടടോ? ഇപ്പൊ എല്ലാവരും മരണ വാർത്ത കേൾക്കുന്നുണ്ട്. കേട്ട ഉടനെ ചോദിക്കും, എങ്ങനെ മരിച്ചു? സൈലന്റ് അറ്റാക്ക്. ഒറ്റ വാക്കിൽ തീർന്നടോ? എൻ്റെ പ്രിയപ്പെട്ട ഉപ്പമാരോട്, സഹോദരങ്ങളോട് ഞാൻ ചോദിക്കുന്നു, എത്ര മയ്യത്ത് കണ്ടവരാ നമ്മളൊക്കെ? ഒരാൾക്കും ഇപ്പം മരിക്കുന്നവർക്ക് രോഗമൊന്നും വേണ്ട. ഒരു രോഗവും ഇല്ലാത്തവൻ പോലും പെട്ടെന്ന് വീണു മരിച്ചു പോകുന്ന ഒരു കാലം. എൻ്റെ പ്രിയപ്പെട്ട ജുനൈദ് ഉസ്താദ്, ജുനൈദിനറിയാം, എൻ്റെ ജ്യേഷ്ഠൻ, നിങ്ങൾക്കൊക്കെ അറിയാം, ഫഹറുദ്ദീൻ മൗലവിയെ. നിങ്ങളുടെ നാട്ടിൽ ജോലി ചെയ്ത ആളാ. എന്ത് രോഗമുണ്ടായിരുന്നടോ?
എന്ത് അസുഖമുണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ ഇന്നും മരണമെന്ന് പറയുമ്പോൾ എനിക്ക് പേടിയാ. മരിച്ച വീട്ടിൽ പോലും ഞാൻ പോകാറില്ല, മയ്യത്ത് നിസ്കാരത്തിൽ പോലും ഞാൻ പങ്കെടുക്കാറില്ല. കാരണം മരണമെന്ന് പറഞ്ഞാൽ അങ്ങനെ. എൻ്റെ സ്വന്തം സഹോദരിയുടെ ഭർത്താവ് കൊറോണ കൂടുതലായിട്ട് ഹോസ്പിറ്റലിന്റെ ഐസിയുവിനകത്ത് വെന്റിലേറ്ററിൽ കിടക്കുകയാ. ഡോക്ടർമാര് പറഞ്ഞു 24 മണിക്കൂറിനുള്ളിൽ മരിക്കും, 24 മണിക്കൂറിന്റെ ഉള്ളിൽ മരിച്ചു പോകും എന്ന് ഡോക്ടർമാര് അറിയിക്കാനുള്ളവരെ അറിയിക്കാൻ പറഞ്ഞ മനുഷ്യൻ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കുമാറാകട്ടെ, അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കുമാറാകട്ടെ. കൊല്ലം മെഡിസിറ്റിയിലെ ഹോസ്പിറ്റലിന്റെ ഫ്രണ്ടിൽ നിന്ന് സങ്കടപ്പെട്ട് ഞാൻ കരഞ്ഞപ്പോ എന്നോട് എൻ്റെ ഫഹറുദ്ദീൻ എന്ന എൻ്റെ പ്രിയപ്പെട്ട ജ്യേഷ്ഠൻ എന്നോട് ചോദിച്ചു, എന്തിനാടാ കരയുന്നേ? നീ വലിയ പ്രഭാഷകനാണല്ലോ, നാട്ടുകാർക്കൊക്കെ പ്രസംഗം പറഞ്ഞു കൊടുക്കണ ആളല്ലേ നീ എന്തിനാ കരയുന്നേ? ദുആ ചെയ്തൂടെ? എൻ്റെ പ്രിയപ്പെട്ടവരെ, മരിക്കുമെന്ന് പറഞ്ഞവൻ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നു എന്ന് സമാധാനിപ്പിച്ച എൻ്റെ ജ്യേഷ്ഠൻ 6 അടി മണ്ണിനകത്ത് കിടക്കുന്നു. അള്ളാഹു ഖബറിടം വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. കവി പറഞ്ഞത് എത്ര സത്യമാ. തുഅമ്മീലു ഫിദ്ദുനിയാ തവീലൻ വലാ തദ്രി ഇലാ ജന്ന ലൈലുൻ ഹൽ തഈശു ഇലൽ ഫജ്രി വകം മിൻ സ്വഹീഹിൻ മാത മിൻ ഗൈരി ഇല്ലതി വകം മിൻ മരീദിൻ ആശ ദഹ്റൻ അലാ ദഹ്രി. കവി പറഞ്ഞത് എത്രയോ സത്യമാ. അതുകൊണ്ട് ഈ ഇരിക്കുന്നവരോട് എനിക്കൊന്നേ പറയാനുള്ളൂ. എനിക്കറിയുന്ന ഒരു ഉസ്താദ് കൊറോണ ബാധിച്ചു, അദ്ദേഹം വെന്റിലേറ്ററിലായി, അവസാനം ന്യൂമോണിയായി. അദ്ദേഹത്തെ വെന്റിലേറ്ററൊക്കെ മാറ്റി, ഹൃദയ ലിവറൊക്കെ ഇങ്ങനെ ചുരുങ്ങിയിട്ട് വളരെ പ്രയാസത്തിൽ കിടക്കുമ്പോൾ ഡോക്ടർ നേഴ്സിനോട് പറഞ്ഞു ഇദ്ദേഹത്തിന്റെ വീട്ടുകാരെ വിളിച്ചറിയിക്കാൻ. ഇദ്ദേഹത്തിന്റെ വീട്ടുകാരെ വിളിച്ചു പറയാൻ പറഞ്ഞു. കുറച്ചു കഴിഞ്ഞപ്പോ നേഴ്സ് ഓടി വന്നിട്ട് ഡോക്ടറോട് പറഞ്ഞു, ആ ഉസ്താദ് കിടന്ന് കരയുന്നു, മറ്റുള്ള രോഗികളുടെ ഇടയിൽ കിടന്ന് കരയുന്നുണ്ട്, അവർക്കൊക്കെ ടെൻഷൻ ആകുന്നു, ഡോക്ടർ ഒന്ന് വരണം. 36 വയസ്സുള്ള ആ ചെറുപ്പക്കാരനായ ഉസ്താദിന്റെ ചാരത്ത് ഡോക്ടർ ചെന്നിട്ട് പറഞ്ഞു, നിങ്ങൾ എന്തിനാ കരയുന്നേ? നിങ്ങൾ ഇൽമു പഠിച്ച ഒരാളല്ലേ, നിങ്ങൾ എന്തിനാ കരയുന്നേ? ഞങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന എല്ലാ മരുന്നുകളും ഞങ്ങൾ ചെയ്തു. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന സമയം നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടതിന് പകരം നിങ്ങൾ എന്തിനാ കരയുന്നേ? ഡോക്ടർ ചോദിക്കുകയാ, നിങ്ങൾക്ക് മരിക്കാൻ പേടിയുണ്ടോ? 36 വയസ്സുകാരനായ ഉസ്താദ് പറഞ്ഞു, എനിക്ക് മരിക്കാൻ പേടിയില്ല. ഞാൻ മരിക്കുമെന്ന് പേടിച്ചിട്ട് കരയുകയല്ല, എന്റെ ഉമ്മയുടെ വയറ്റിൽ കിടക്കുമ്പോഴേ അള്ളാഹു എന്റെ മരണം നിശ്ചയിച്ചിട്ടുണ്ട്, പിന്നെന്തിനാ ഞാൻ കരയുന്നേ? അപ്പൊ ഡോക്ടർ ചോദിച്ചു, ഭാര്യയെയും മക്കളെയും ഓർത്തിട്ടാണോ? 36 വയസ്സുകാരന് 10 വയസ്സിന്റെ താഴെ പ്രായമുള്ള 2 ആൺകുട്ടികളുണ്ട്. ഉസ്താദിനോട് ചോദിച്ചു, മക്കളെ കാണണോ, വീട്ടുകാരെ കാണണോ, വീഡിയോ കോള് വിളിക്കണോ, കാണണോ, സംസാരിക്ക്? ഉസ്താദ് അപ്പോഴും പറഞ്ഞു, എൻ്റെ ഭാര്യയെയും എൻ്റെ മക്കളെയും ഓർത്തിട്ടല്ല ഞാൻ കരയുന്നത്, എൻ്റെ ഭാര്യയെയും മക്കളെയും ഓർത്തിട്ടല്ല കരയുന്നത്. അമുസ്ലിമായ ഡോക്ടർ അത്ഭുതമായി, നേഴ്സുമാർ അത്ഭുതമായി. ഉസ്താദിനോട് ചോദിച്ചു, പിന്നെ എന്തിനാ നിങ്ങൾ കരയുന്നേ? എന്തിനാണ് നിങ്ങൾ കരയുന്നത്? 36 വയസ്സുള്ള പാവപ്പെട്ട ഉസ്താദ് പറഞ്ഞ മറുപടി എന്തെന്നറിയുവോ? ഞാൻ അള്ളാഹുവിന്റെ മുമ്പിലേക്ക് പോകുകയല്ലേ, എൻ്റെ കയ്യിൽ ഒന്നുമില്ലല്ലോ, എന്തുമായിട്ട് ഞാൻ പോകും? അള്ളാഹുടെ മുമ്പിൽ ഞാൻ പോകുമ്പോ എന്തുകൊണ്ട് പോകും? ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു, ഇന്ന് രാത്രി മരിച്ച, ഇന്ന് ഈ വഅദിന്റെ മജ്ലിസിൽ വെച്ച് നിങ്ങൾ മരിച്ചുപോയാ എന്തുണ്ടോ കയ്യില്? അള്ളാഹുടെ മുമ്പിൽ രക്ഷപ്പെടാൻ, ഒരു നല്ല മരണം കിട്ടാൻ, ഈമാനുള്ള മരണം എന്താ എന്ന് ഞാനും നിങ്ങളും അള്ളാഹിനോട് ചോദിക്കുന്നല്ലോ. ഈ ലോകം തന്നെ പടയ്ക്കാൻ കാരണക്കാരനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാ മരണവേദന സഹിക്കാൻ പറ്റാതെ ചാടി എഴുന്നേക്കുന്നുണ്ട്. അകത്തടുത്തിരുന്ന പാത്രത്തിനകത്ത് നിന്ന് വെള്ളം കോരിയിട്ട് മുഖത്തൊഴിക്കുന്നുണ്ട്. തിരിഞ്ഞും മറിഞ്ഞും കിടക്കുന്നുണ്ട് നബിതങ്ങൾ. വേദന സഹിക്കാൻ കഴിയാതെ തന്റെ മുഖം തുടച്ചു കൊടുക്കുന്ന, തന്റെ ശരീരത്ത് തുടച്ചു കൊടുക്കുന്ന ആയിഷ എന്ന പ്രിയപ്പെട്ട ഭാര്യയോട് അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു കൊടുത്തു, ആയിഷ, മരണത്തിന് വല്ലാത്ത വേദനയുണ്ട്, അള്ളാഹുവിന്റെ ഖുർആനാ പറഞ്ഞത്, കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്, മരണത്തിന് വേദനയുണ്ടെന്ന്. ഈ മരണം എന്നെയും നിങ്ങളെയും തേടി വരും സഹോദരാ. ഇന്നാണോ നാളെയാണോ എപ്പോഴാണോ നമുക്കറിയില്ല. അതുകൊണ്ട് ഇവിടെ ഒരുമിച്ച് കൂടിയവരോട് പറയുന്നു, ഒരു നന്മ ചെയ്തിട്ട് മരിക്കും.